വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്താണ്. നിങ്ങൾ വെള്ളടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്. അതായത് വെള്ളടിച്ച് അതിന്റെ കിക്കായി കണ്ട് എന്ത് ചെയ്യരുത്, നിസ്കരിച്ചാൻ വരരുത്. അതാണ് വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ. മത്തന്മാരായിക്കൊണ്ട് നിസ്കാരത്തെ സമീപിക്കരുത് പറഞ്ഞാല് പിന്നെയാണ് മദ്യം പൂർണ്ണമായി നിരോധിച്ചത്. ആ ആയത്ത് എന്തുകൊണ്ട് എപ്പോഴും ഖുർആനിലുള്ളത് നിങ്ങൾ ആലോചിച്ചു? ആ ആയത്ത് ഖുർആൻ ഒഴിവാക്കിയിട്ടില്ല. ആ ആയത്ത് ഇപ്പോഴും നമ്മൾ ഓതുന്നുണ്ട്. അതിന്റെ അടുത്ത വാക്യം എന്താ? അതിന്റെ ബാക്കി ഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ വെള്ളടിച്ച നിസ്കാരം നിസ്കരിച്ചത്. അങ്ങനത്തെ നിസ്കാരം വേണ്ടാന്നാണ്. വലാ തഖ്റബു സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് അൻതും സുകാറ, മത്തന്മാരായിക്കൊണ്ട്, ലഹരി ബാധിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ അറിയണം. അങ്ങനെയാണ് നിസ്കരിച്ചത്. അപ്പോഴാണ് നമ്മൾ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നും ഇത് അള്ളാനോടുള്ള സംസാരമാണെന്നും ഇതെന്താണ് 17 പ്രാവശ്യം പടച്ചോനോട് സംസാരിച്ച ഒരാള്, ഇത്രയും 10, 300, 400, 500 ഒരു ദിവസം അള്ളാഹു അക്ബർ പറയുന്ന ഒരാള് എങ്ങനെയാണ് സഹോദരങ്ങളെ നരകത്ത് പോവുക? എങ്ങനെയാണ് പടച്ചോന് നരകത്തിൽ ഇടാൻ പറ്റുക? ആഴ്ചക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഒരു 500 തവണ നമ്മളെ ഫോൺ വിളിച്ച് നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ തോന്നുമോ? ഇല്ലല്ലോ. അങ്ങനെ അത്ര ബന്ധം നമുക്ക് വേറൊരാളായിട്ട്, ഒരു മനുഷ്യനായിട്ട് പോലും അത്ര കണക്ഷൻ ഉണ്ടാവില്ല. 17 പ്രാവശ്യങ്ങൾ നിങ്ങളെ ഭർത്താവിന് ഗൾഫിലുള്ള ഭർത്താവിന് വീഡിയോ കോൾ വിളിക്കണ്ടോ? 17 പ്രാവശ്യങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കൾ ഗൾഫിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അത്ര നമ്മൾ അള്ളാനെ കണക്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മളെന്തറിയോ, നമ്മൾ വെള്ളടിച്ച് നിസ്കരിച്ചു നമ്മളതൊന്നും അറിയണില്ല. അപ്പൊ അതുകൊണ്ട് കുറെ ഒന്നും ചെയ്യണ്ട. ഈ ചെയ്യണത് കുറച്ച് ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ഈ ദീൻ എന്ന് പറഞ്ഞത്. അതിനാണ് അള്ളാഹു ഇബാദത്തുകളൊക്കെ 5 നേരം നിസ്കാരം വെച്ചതും. ഈ ഈമാൻ പറ്റ ഡൗൺ ആവുമ്പോ എനിക്ക് തോന്നും നമ്മൾ നിസ്കാരം നമ്മൾ പറ്റ പുടുത്തം വിട്ടാലേ നമുക്ക് ആകെ ഉണ്ടാകുന്ന 5 നേരത്തെ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ആകെ കഴിഞ്ഞു നമ്മളെ അവസ്ഥ. ഇടക്കൊക്കെ തോന്നി നമ്മൾ പറ്റങ്ങനെ നല്ല തിരക്കുള്ള ദിവസമൊക്കെ ചിലപ്പോൾ ഈ ഫർള് മാത്രം പള്ളി പോയി വിടും, ബാക്കി ഒരു കണക്ഷനും പടച്ചോനിട്ടുണ്ടാവില്ല, ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സുബഹാനല്ലാഹി കൂടി ചെല്ലാതെ സലാം വീട്ടിലേക്ക് നീച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ 5 നേരം നിസ്കാരം കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം? അപ്പൊ അങ്ങനെ പടച്ചോൻ ആ കണക്ഷൻ പോകാതെ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ദീനിൽ വെച്ചാണ് ആലോചിച്ച് നോക്കി. ഈ 5 നേരത്തെ നിസ്കാരം, ഫർള്, സുന്നത്ത്, ദിക്ർ, അല്ലേ, ഇത്രയും പടച്ചോ ഒരു കണക്ഷൻ വെച്ച് ആ അടിമ കണക്ഷൻ വിട്ടുപോകാതെക്കാനാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സീരിയസ് ആയിട്ട് ആ കണക്ഷൻ എടുക്കുക. അതൊരു നല്ലൊരു 5G വൈഫൈ കണക്ഷൻ, അങ്ങനെ നിന്ന് തിരിയാത്ത ഫുൾ ടൈം ഇങ്ങനെ 5 പുള്ളി നിൽക്കണേ, പച്ചപ്പുള്ളി ഇങ്ങനെ കത്തി, നമ്മളെ വൈഫൈന്റെ മോഡലിൽ പച്ചപ്പുള്ളി ഇങ്ങനെ 5 ഇങ്ങനെ കത്തി നിൽക്കണേ ഒരു കണക്ഷൻ പടച്ചോനേറ്റ് എന്ത് വേണം, നമുക്ക് വേണം, മരിക്കോളം വേണം. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മള് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വല്ലാത്തൊരു പ്രാർത്ഥന. ലോകത്തിലെ ഏറ്റവും പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ മാതാവാണത്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന അല്ല. എന്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ സിറാത്തൽ മുസ്തഖീമിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറയുമ്പോൾ 3 കാര്യമാണ് അവിടെ ഉള്ളത്. 3 കാര്യം. ഒന്നെന്തരങ്ങള്, ഒന്ന് കറക്റ്റ് സിറാത്തുൽ മുസ്തഖീം തന്നെ എത്തണം. 2 എത്തിയാ പോരാ, അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റണം. നിസ്കരിച്ച്, നോമ്പുവെച്ച്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എടങ്ങാറായിട്ടല്ല. ചില ആൾക്കാരുണ്ട് എടങ്ങാറായിട്ട് എത്താപ്പോ അതിന് പോകാൻ പറ്റില്ല, സിനിമയും കാണാൻ പറ്റില്ല, അതും പറ്റില്ല, ഇത് എത്തുമല്ല, അങ്ങനെ എടങ്ങാറായിക്കല്ല, ഇഷ്ടപ്പെട്ട് നിൽക്കാണ്. പടച്ചോനെ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ട് നിൽക്കുക, അത് വേറെ വൈബാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുക ഏതുവരെ? മരണം വരെ. അതാണ് 3 കാര്യമാണ്. ഒന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്തിപ്പെട്ടാൻ പറ്റണം. ഏതവസ്ഥയിലും അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം. അതിന് തൗഫീഖാണ്. ബാങ്ക് ഇങ്ങനെ കൊടുത്താൻ തരങ്ങള് അത് പീടിയാണ്, ഈ പീടിയെ പൂട്ടി അങ്ങോട്ട് പള്ളിക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം പോരാ, അവിടെ തടസ്സങ്ങൾ വരാതിരിക്കണം. പെരീന്ന് വിളിച്ചാണ് വല്യമ്മ വീണുകണ്, പിന്നെ പോണ്ടി വരും. നമുക്ക് ഉമ്മ വീണു എന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്താൽ നമുക്ക് ഉമ്മ വീണതാണ് ഏറ്റവും മുൻഗണന. കാരണം നിസ്കാരം പിന്നെ നിസ്കരിച്ച അപ്പൊ നമ്മള് പെരീക്ക് പോണ്ടി വരും. അപ്പൊ നമുക്ക് ആ ജമാഅത്ത് പോയി. അപ്പൊ ഉമ്മ ആ സമയത്ത് വീഴാതെക്കണമെങ്കിൽ എന്ത് വേണം? തൗഫീക്ക് വേണം. അതെപ്പോഴാ കിട്ടുക? അതാ പ്രധാന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ നിന്ന് ബാങ്കിന് കേട്ടാ പള്ളിക്ക് പോകാൻ തോന്നണം, അല്ലേ? ഒരു റമദാനാവുമ്പോ പണിയൊക്കെ ഒന്ന് കുറച്ച് നേരം പള്ളിക്ക് ഇരിക്കാനുള്ള മനസ്സ് വരണം. മനസ്സ് പടച്ചോൻ തരണം. അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ അത് ഏതുവരെ വേണം?
അത് കുറെ ഉണ്ടായി, അവസാനമൊക്കെ കൂടിയാണ് പോയാൽ ഫുള്ള് പോയി അല്ലേ? കുറെ കാലം നന്നായി, അവസാനം മരിച്ചാൻ സമയത്ത് ഇതിനൊക്കെ തെറ്റിപ്പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോഴോ അവസാന മരണം വരെ ഏറ്റവും നല്ലൊരവസ്ഥയിൽ മരണപ്പെടാൻ സാധിക്കണം. അപ്പൊ ഈ 3 കാര്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ ഒരാൾ ചോദിക്കണേ. ഒന്ന്, അതിലേക്ക് എത്തണം. 2, അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം. 3, അതിലാണ് മരിക്കാനും പറ്റണം. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അത് നമ്മളെ മനസ്സിക്ക് വരണം. പടച്ചോനെ ഇതിലേക്ക് എത്തണം, ഇതിലിങ്ങനെ നിൽക്കണം, ഈ തന്നെ മരിക്കണം. അത് നിങ്ങൾ ഓരോ ഫാത്തിഹയിലും നിങ്ങളെ മനസ്സിക്ക് വന്നാലേ പിന്നെ നിൽക്കും. നിൽക്കാറക്കാൻ പറ്റൂല. കാരണം അത്ര നമ്മൾ ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ അതിനെതിരൊന്നും വരൂല. അതാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ മനസ്സിൽ തട്ടിയിട്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒരു ദിവസം 17 വട്ടം പടച്ചോനോട് ചോദിച്ചിട്ട് പടച്ചോൻ എങ്ങനെ തരാതൊക്കെ. ഒരാളാ ഒരു 3 വട്ടം ചോദിച്ചാൽ തന്നെ നമുക്ക് എന്താ തോന്നുക? നമുക്ക് മാണ്ടാൻ തോന്നിയാലും ചോദിക്കുന്ന ഇടങ്ങാറാക്കി നമ്മൾ എത്തിരി കാട്ടിക്കോറിയാം, നമ്മൾ കൊണ്ടേക്ക് പറയും. അത് നമ്മളൊരു മനസ്സാണ് അല്ലേ? നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ വെറുപ്പിച്ചാൽ ഞാൻ കൊണ്ടേ കൂടി അറിയും. 17 വട്ടക്കോ അള്ളാനോട് നിങ്ങൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മിനിമം ചോദിച്ചിട്ട് അതെങ്ങനെ പടച്ചോൻ തരാതൊക്കെ അത്രയും കാലം. അപ്പൊ എന്താ നിങ്ങള് ഒരട്ടം പോലും നമ്മളെ മനസ്സിൽ തട്ടി നമ്മൾ ചോദിച്ചിട്ടില്ല. അവിടെയാണോ പ്രശ്നം? അതുകൊണ്ട് സഹോദരപ്പെടുന്ന അങ്ങോട്ട് മനസ്സിൽ തട്ടി ചോദിക്കാൻ നമ്മൾ പഠിക്കണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ഗൾഫിൽ. അപ്പൊ എനിക്ക് ചെറിയൊരു വണ്ടി ഭ്രാന്തുണ്ട്. ഇപ്പൊ പോയി ഏകദേശം. അപ്പോ ഈ വലിയ വണ്ടി കാണുമ്പോൾ ചെറിയ ഇടങ്ങാറാണ്. നമുക്കില്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഓരോ സാധനത്തോടെ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഞാൻ ആ പെരി ചെല്ലുമ്പം അവിടെ വലിയ 2 വണ്ടിയാണുള്ളത്, വലിയ 2 വണ്ടി. അപ്പോ വണ്ടിന്റെ പേരൊന്നും ഇവിടെ പറയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ മോന് മനസ്സിലാവും, അതാ പ്രശ്നം. അപ്പൊ ഇന്നിവിടെ ഏകദേശം ഒരു 1.5 കോടിയൊക്കെ ഉണ്ടാവണ 2 വണ്ടികൾ. 2 വണ്ടി ഒന്നല്ല, ആ വീടിന്റെ മരത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് 2 വണ്ടികൾ. 1.5 കോടി 1.25 കോടിയൊക്കെ ഉള്ള 2 വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ. എന്താ പത്? പക്ഷെ എന്താ നിങ്ങള് ഒരു ഹദീസ് കേട്ടു. അപ്പൊ ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിസ്കാരം കഴിഞ്ഞ് കാണ്ട് പെരയ്ക്ക് ചെല്ലുമ്പോ നിങ്ങളെ പെരന്റെ മരത്ത് ചുവന്ന 2 ഒട്ടകങ്ങൾ നിങ്ങളുടേതായിട്ട് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്തെ റോൾസ് റോയ്സ്, അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വണ്ടിയാണ് ഈ ചുവന്ന ഒട്ടകം. ഇന്നിപ്പോ നമ്മളൊരു ബെൻസും BMW 7 സീരീസോ അല്ലെങ്കിൽ പിന്നെ റേഞ്ച് റോവറിന്റെ ഒക്കെ വലിയ വണ്ടികളുണ്ട്, 2.5 കോടിന്റെ ഒക്കെ, അല്ലെങ്കിൽ നല്ല ഡിഫൻഡറൊക്കെയാണ് ഇന്ന് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പെരയിൽ നിസ്കരിച്ച് നമ്മളെ പെരയ്ക്ക് ചെല്ലുമ്പോൾ മരത്ത് 3 വണ്ടി 2 വണ്ടിയൊക്കെ ഇങ്ങനെ പുതിയ നിർത്തിയിട്ടൊക്കെ നമ്മളെ പേരിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ കൊടുത്തയച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമല്ലാണ്ടൊക്കെ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നിസ്കാരത്തിലെ ഓതണ 2 ആയത്തിന് തുല്യമാണത്. നിങ്ങൾ നിസ്കരിച്ചാൻ പോയിട്ട് 2 ആയത്ത് നിങ്ങൾ ഓതിയാല് ആ 2 ആയത്തിന് തുല്യമാണ് 2 ചുവന്ന ഒട്ടകങ്ങൾ. എന്ത് 2 ആയത്ത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 5 ആയത്ത്. അതിനേക്കാൾ മികച്ചത് പിന്നെ എന്തേ ഉള്ളൂ? 3 ആയത്തേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വലുതില്ല. അപ്പൊ ഈ അത്ര, അതായത് ഇന്നിപ്പോ മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞ 3 വണ്ടി ഒരു ദിവസം ഡെലിവറി എടുക്കാൻ പൂക്കോട്ടുംപാടത്ത് ആരുണ്ടാവില്ല. ഈ അമരമ്പലം പഞ്ചായത്തോ എന്താണ് താലൂക്ക് എന്തത്, ഈ പഞ്ചായത്തിന് ഞാൻ പറയാണ്, ഈ പറഞ്ഞ 3 വണ്ടി നാളെ ഡെലിവറി എടുക്കാൻ പറ്റിയൊരു മൊയലാളി ഇവിടെ അല്ല, നിങ്ങളെ ഈ പഞ്ചായത്തിലില്ല. പക്ഷെ നിങ്ങൾ നോക്കി അള്ളാന്റെ ഓഫറാണിത്. 3 ആയത്ത് ഓതിയാല് അതാ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ ഉള്ളിൽ തട്ടണം. ഇതൊക്കെ കിട്ടും. മറ്റെന്താ ഇമാമ് 4 ആയത്ത് ഓതുമ്പോ തന്നെ ഇതേതാ ഈ ബംഗാളി ഓനറിയില്ല ഇവിടെ കുല്ലല്ലാഹു ഓതല്, ഓങ്ങനെ നീട്ടി ഓതുന്നു, നമുക്ക് ഓനെ സഹിക്കുക. ഇങ്ങോട്ട് കമ്മിറ്റിക്കാരോട് പറയാം ഓന്റെ ഓത്ത് കുറച്ച് അധികമാണ്, ഒന്ന് കുറക്കാൻ പറയും. സഹോദരന്മാരെ, 4 ആയത്ത് തൃപ്തിയായിട്ട് കേട്ടിരുന്നാൽ കിട്ടാൻ പോണ പ്രതിഫലാണിത്.